മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ വാണി വിശ്വനാഥ്. പിന്നെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ഞാൻ ആദ്യം കണ്ടത് വിജയശാന്തിയിലാണ്. ഇങ്ങനെ രണ്ട് പേരാണ് അന്നും ഇന്നും നമ്മുടെ മനസ്സിലെ ലേഡി സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഈ നമ്മുടെ വാണി വിശ്വനാഥ് ശരിക്കും പറഞ്ഞാൽ അഭിനയം തുടങ്ങിയത് ശിവാജി ഗണേശൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടാണ്. നല്ല തുടക്കമായിരുന്നു. ആ പടം നല്ല ഒരു വിജയം വന്നൊരു പടമാണ്. 1971 മെയ് 13 ആണ് നമ്മുടെ വാണി വിശ്വനാഥ് ജനിച്ചത്. തൃശ്ശൂരിലെ ഒല്ലൂരാണ് വീട്, അവിടെയാണ് ജനിച്ചത്. അപ്പോൾ അച്ഛനൊരു പണിക്കരാണ്, ജ്യോതിഷാലയം നടത്തുന്ന ഒരാളാണ് വിശ്വനാഥൻ. അമ്മയുടെ പേര് ഗിരിജ. അവർക്ക് 5 മക്കളാണ്. അതിൽ 4ാമത്തെ മകളാണ് വാണി വിശ്വനാഥ്. അങ്ങനെ ഇവരെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂരിൽ നിന്നൊക്കെ സ്ഥലമൊക്കെ മാറി അവർ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി. അങ്ങനെയാണ് വാണി വിശ്വനാഥ് സിനിമയിലേക്കുള്ള തുടക്കം കുറിച്ചത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കരുത്തറ്റ കഥാപാത്രങ്ങളിൽ കൂടെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും കഴിവ് തെളിയിച്ച നടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തൻ്റെ ഇടം, ഒരു ഫൈറ്റ് സീനിലൊക്കെ നിൽക്കുമ്പോൾ, വിജയശാന്തി പോലെ ഫൈറ്റ് സീനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെ ഭാവാഭിനയം, അഭിനയം എല്ലാം കൂടി ഒത്തിണങ്ങിയ നല്ലൊരു ചന്തമുള്ളൊരു മുഖമാണ്. അതും കൂടി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കിയ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല. അതങ്ങനെ ഒരു കഴിവറ്റൊരു നടിയാണ്. പിന്നെയാണ് 2002 നടൻ നമ്മുടെ ബാബുരാജിനെ വിവാഹം കഴിച്ച് അങ്ങനെ താൽക്കാലികമായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കണം. അത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ളൊരു നടി, ഇതുപോലെ ബോൾഡായിട്ട് അഭിനയിക്കാനായിട്ട് വേറൊരു നടി, ഇത് കിങ്ങൊക്കെ നിങ്ങൾ കാണണം. എന്തൊട്ടാ സിനിമ എന്നറിയാം. നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല, ആക്ഷനിൽ കൂടെ മാത്രമല്ല, ഡയലോഗ്സ് കൂടിയും അതുപോലെ അഭിനയത്തിൽ കൂടിയും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ള ഒരു നടിയാണ്. അതുപോലെ തന്നെ സിദ്ദിഖ് ലാലിൻ്റെ പടത്തിലൊക്കെ, ഹിറ്റ്ലറിലൊക്കെ എന്തോ അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം കൂടിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു നടിയാണ്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ആ 2 കുട്ടികളും കുടുംബമായിട്ട് ഒതുങ്ങി തീരുക ചെയ്തത്. ആ കുട്ടികളുടെ വളർച്ചയും, ആ കുട്ടികളിപ്പോൾ 2 പേരും ഡോക്ടർമാർ, അവരാണും പെണ്ണാണ്. 2 പേരും ഡോക്ടർമാരാക്കി. അവരിപ്പോൾ സ്ഥിരതാമസം നമ്മുടെ ഒല്ലൂർ തന്നെയാണ്, നമ്മുടെ ഹൈവേയിലാണ്, മണ്ണുത്തി ഹൈവേയിലാണ്. അവർ വലിയൊരു വീട് വെച്ചിട്ടുണ്ട്, അവിടെയാണ് അവർ താമസിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1-2 പടത്തിൽ വന്നു. അതിന് ശേഷം നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ ഒരു സിനിമയിൽ പടുത്ത് വന്നു. അത് 2024 ഇട്ടിയാനം എന്ന് പറഞ്ഞുള്ളൊരു കഥാപാത്രമായിട്ട്, നല്ല ബോൾഡായിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ അതിൻ്റെ കുറച്ചധികം സീൻസുകളൊന്നുമില്ല, പക്ഷേ നല്ലൊരു വെടിക്കാരിയായിട്ടാണ് തിരിച്ചു വന്നത്. അതിൽ നല്ല ഫൈറ്റ് സീനും അതുപോലെ വെടിവെപ്പും എല്ലാം കൂടിയിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമ പോലുള്ള ഒരു സിനിമ. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ മലയാളത്തിൽ പറ്റുമെന്ന് വിചാരിക്കും. ഈ പാട്രിക്ക് എടുത്ത പോലെ പടങ്ങളൊന്നല്ല, കൂതറപ്പടം, എമ്പുരാനിക്ക് എടുത്ത പോലെ കൂതറപ്പടം എന്നല്ല, നല്ല ആഷിഖ് കപൂർ നല്ല സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്നും അധികം വിജയിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ പടത്തിൽ തിരിച്ചു വന്നു, നല്ലൊരു കഥാപാത്രമായിട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ വീണ്ടും നമ്മൾ ഈ വാണി വിശ്വനാഥനെ നമ്മൾ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ മലയാളികളുടെ ഇടയിൽ മലയാളിയായിട്ട് ഉണ്ടായിട്ട് അതിനെ ചൂസ് ചെയ്യാനും പോലും ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ തിരിച്ചു വരുന്നതാണ് വാണി വിശ്വനാഥ് പറയണത്. അപ്പോൾ പവർഫുൾ ലേഡീന് വാണി വിശ്വനാഥ് നമുക്ക് എന്നും മലയാള സിനിമയിൽ മറക്കാനാവാത്ത കുറേ കഥാപാത്രങ്ങൾ തന്ന് കുടുംബജീവിതത്തിലേക്ക് കടന്നുപോയ വാണി വിശ്വനാഥിനെ ഇരിക്കട്ടെ ഒരു ഗുഡ് സല്യൂട്ട്.